കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വൺ പ്ലസ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ പറ്റി കുറേയധികം കോൺട്രവേഴ്സീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വൺ പ്ലസ് ഇന്ത്യയിൽ നിർത്താൻ പോകുന്നു, 2027 ആകുമ്പോൾ ഇന്ത്യ എക്സിറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ന്യൂസുകൾ ഇപ്പോൾ വന്നു. അപ്പോൾ ഇത് ശരിക്കും വൺ പ്ലസ് യൂസേഴ്സിൻ്റെ ഇടയിൽ നല്ല രീതിയിലൊരു കൺഫ്യൂഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അവരൊരു പാനിക് മോഡിലേക്ക് കൊണ്ടുപോവുകയും വൺ പ്ലസ് നിർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവരുടെ ഫോൺ കൊണ്ട് എന്ത് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ പലരും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ശരിക്കും വൺ പ്ലസിന് സംഭവിക്കുന്നതെന്നും ഇത് യൂസേഴ്സിനെ എങ്ങനെ ബാധിക്കും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ആ ഒരു ആദ്യത്തെ ചോദ്യം വൺ പ്ലസ് ശരിക്കും ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് പോവുകയാണോ എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് വൺ പ്ലസ് തന്നിട്ടുള്ള മറുപടി ഇല്ല, ഞങ്ങൾ എവിടെയും പോകുന്നില്ല, ഇതൊരു ഫേക്ക് ന്യൂസ് മാത്രമാണെന്നാണ്. പക്ഷേ അത് വിശ്വസിക്കാൻ വരട്ടെ, കാരണം കുറച്ച് നാളുകൾ മുന്നേ നടന്ന വൺ പ്ലസിൻ്റെ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനുള്ളൊരു മറുപടി കിട്ടും. 4 മാസം മുന്നേ ഇതുപോലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, വൺ പ്ലസ് ഇന്ത്യയിൽ ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോഴും വൺ പ്ലസ് വന്ന് പറഞ്ഞു, ഹേയ് ഇത് ഫേക്ക് ന്യൂസാണ്, ഇതാരും വിശ്വസിക്കേണ്ടതില്ല എന്ന്. പക്ഷേ അത് വന്ന ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വൺ പ്ലസ് അവരുടെ കംപ്ലീറ്റ് ഓഫ്ലൈൻ സെയിൽസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒഫീഷ്യൽ വൺ പ്ലസ് എക്സ്ക്ലൂസീവ് സ്റ്റോർസ് നിർത്തി, അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റോഴ്സിൽ വൺ പ്ലസ് ഫോൺസ് വിൽക്കുന്നതും അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി വൺ പ്ലസ് ഫോൺ വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ വഴിയോ അല്ലെങ്കിൽ വൺ പ്ലസിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴി മാത്രമേ വാങ്ങാൻ പറ്റുന്നുള്ള സിറ്റുവേഷൻ വന്നു. ഇനി രണ്ടാമത്തെ ഇവൻ്റ്, വൺ പ്ലസും ഒപ്പോയും തമ്മിലുള്ള മേജർ. വൺ പ്ലസ് ശരിക്കും ഒരു ഒപ്പോയുടെ സബ് ബ്രാൻഡായിട്ടാണ് ആദ്യമേ ലോഞ്ച് ചെയ്തത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അവർ പോയി അത്യാവശ്യം ഒരു നല്ല ബ്രാൻഡ് വാല്യൂ വന്നപ്പോൾ ഒപ്പോ അതിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്രാൻഡായിട്ട് മാറി. പക്ഷേ പിന്നീട് വൺ പ്ലസ് വീണ്ടും മാർക്കറ്റ് ഷെയർ നഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് തിരിച്ച് അവർ വീണ്ടും കഴിഞ്ഞ കുറച്ച് നാളുകൾ മുന്നേ മെർജ് ചെയ്തു. ആ മെർജറിൻ്റെ ഭാഗമായിട്ട് വൺ പ്ലസ് വലിയ കാര്യത്തിൽ പറഞ്ഞു, ഹേ ഞങ്ങൾ മെർജ് ചെയ്യുന്നതിൻ്റെ റീസൺ ഒപ്പോയുടെ കുറേയധികം ഒരു വൈഡ് റേഞ്ച് ഓഫ് സർവീസ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. സോ എല്ലായിടത്തും നിങ്ങൾക്ക് ഇനി, അതായത് ഒപ്പോയുടെ സർവീസ് സെൻറ്ററുകളിൽ നിങ്ങൾക്ക് വൺ പ്ലസ് ഫോൺസ് ഇനി സർവീസ് ചെയ്യാം, 600 സർവീസ് സെൻറ്റർ ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ വൺ പ്ലസ് അതിൻ്റെ പോസിറ്റീവ്സ് മാത്രം വെച്ചാണ് സംസാരിച്ചത്. പക്ഷേ അതിൻ്റെ ബാക്കിൽ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ വൺ പ്ലസിൻ്റേതായിട്ടുള്ള തന്നെ ഒഫീഷ്യൽ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് മൊത്തത്തിൽ ഷട്ട് ഡൗൺ ചെയ്തിട്ടാണ് വൺ പ്ലസ് ഈ പറഞ്ഞിട്ടുള്ള ഒപ്പോയുടെ സർവീസ് സെൻറ്ററിലേക്ക് എത്തിയിട്ടുള്ളത്. സോ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ്സ് മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബാക്കിൽ അവരുടെ കുറേയധികം ഇൻഫ്രാസ്ട്രക്ചർ അവർ ഷട്ട് ഡൗൺ ചെയ്തിരുന്നു അന്ന് തന്നെ. പിന്നെ ഇപ്പോൾ നാലാമതായിട്ട് വന്നിട്ടുള്ളത് റീസെൻ്റ്ലി വന്നിട്ടുള്ള ന്യൂസാണ്. ഒന്ന്, അവരുടെ വൺ പ്ലസിൻ്റെ ഓക്സിജൻ OS കംപ്ലീറ്റ്ലി നിർത്തുകയാണ്. അതിന് പകരം ഇനി നിങ്ങൾ കളർ OS, അതായത് ഒപ്പോയുടെ സോഫ്റ്റ്വെയറിലേക്ക് നിങ്ങളെ മൈഗ്രേറ്റ് ചെയ്ത് വിടും എന്നുള്ളതാണ്. ഇത് ആദ്യം കേൾക്കുമ്പോൾ എല്ലാവർക്കും അയ്യോ ഈ സോഫ്റ്റ്വെയർ പോവുകയാണോ എന്നൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും ശരിക്കും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓക്സിജൻ OS എന്ന് പറയുന്നത് കളർ OS തന്നെയാണ്. കോഡ് ബേസ് ലിറ്ററലി സെയിം ആണ്. അതായത് ചൈനയിൽ നിന്നും അവർ ഈ ഒരു കളർ OS ബിൽഡ് ചെയ്യും. ചൈനയിൽ ഇറങ്ങുന്ന വൺ പ്ലസ് ഫോൺസിലും കളർ OS വെച്ചിട്ടാണ് പാക്ക് ചെയ്ത് വരുന്നത്. ആ ഫോൺസ് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരതിൻ്റെ കോഡിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തും. അതായത് അതിൻ്റെ മേലെ കളർ OS എഴുതിയിട്ടുള്ള സ്ഥലത്തെല്ലാം അവർ ഓക്സിജൻ OS എന്നുള്ളൊരു തീം അപ്ലൈ ചെയ്തിട്ട് അത് ലോഞ്ച് ചെയ്യും. ഇതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചേഞ്ച് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. ഇറ്റ് വിൽ ബി ലിറ്ററലി ദ സെയിം. പക്ഷേ കമ്പനിക്ക് അതൊരു കോസ്റ്റ് കട്ടിങ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചിലവ് അവിടെ ചുരുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കഴിഞ്ഞ ഇവൻറ്റ്സ് ഒക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും അവരുടെ കസ്റ്റമേഴ്സിനെ ഒപ്പോയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വൺ പ്ലസ് മിക്കവാറും ഷട്ട് ഡൗൺ ആവാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. 2027 അവരുടെ കംപ്ലീറ്റ് ഓപ്പറേഷൻസും അവർ നിർത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് അവർ ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള അവരുടെ കസ്റ്റമേഴ്സും ആ ബ്രാൻഡ് വാല്യൂവിനെയും ഒപ്പോയിലേക്കും അവരുടെ ഓക്സിജൻ OS എന്നുള്ള ആളുകളേക്ക് കളർ OSലേക്ക് കൊണ്ടുവരികയാണ് വൺ പ്ലസ് ഇപ്പോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഇതൊരു സൺസെറ്റ് പ്ലാൻ പോലെയാണ് അവരിത് ചെയ്യുന്നത്. ഇനി ഈ ഒരു വൺ പ്ലസിൻ്റെ ഷട്ട് ഡൗൺ എങ്ങനെയാണ് നമ്മൾ യൂസേഴ്സിനെ ബാധിക്കുന്നത് നോക്കിയാലോ. ആദ്യമേ തന്നെ കസ്റ്റമർ സർവീസിലാണ്. സോ നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ബ്രേക്കായി അല്ലെങ്കിൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയെന്നുണ്ടെങ്കിൽ ഒപ്പോയുടെ സർവീസ് സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് എന്തായാലും പോകാം. പക്ഷേ അവിടെ വൺ പ്ലസിൻ്റെ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതിൻ്റെ അവൈലബിലിറ്റി നല്ല രീതിയിൽ കുറഞ്ഞേക്കാം വൺ പ്ലസ് ഷട്ട് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ. ലിമിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്പെയർ പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. രണ്ടാമത്തെ കാര്യം, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ കറൻ്റ്ലി ഇപ്പോൾ ഓക്സിജൻ OSും കളർ OSും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ പോലും വൺ പ്ലസിൻ്റെ ഫോൺസിൽ ആഡ്സോ അല്ലെങ്കിൽ ബ്ലോട്ട് വെയർസോ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് നമുക്ക് കളർ OSിലേക്ക് മാറുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാം. സോ അടുത്ത കളർ OS 17 അപ്ഡേറ്റ് വൺ പ്ലസ് ഫോണുകളിൽ വരുന്ന സമയത്ത് അതിനകത്ത് പരസ്യങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ബ്ലോട്ട് വെയർസും ഉണ്ടായേക്കാം. പിന്നീട് അവർ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് പോളിസിയിൽ നിന്നും ഒന്നും മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അതെല്ലാം അവർ കണ്ടിന്യൂ ചെയ്ത് പോകും. കാരണം വൺ പ്ലസ് ഇതുപോലെ തന്നെ റീസെൻ്റ്ലി യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും അവരുടെ ഓപ്പറേഷൻ ഷട്ട് ഡൗൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരവിടെ പറഞ്ഞു, അതായത് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവരവിടെ നിന്ന് ഇറങ്ങുന്നത്. സോ അപ്ഡേറ്റ്സ് എന്തായാലും കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
അപ്പോൾ വൺ പ്ലസിൻ്റെ ഷട്ട് ഡൗൺ ന്യൂസ് ശരിക്കും ഇപ്പോഴും ഒഫീഷ്യൽ അല്ല, ഇത് ജസ്റ്റ് ഒരു സ്പെക്കുലേഷനാണ്. പക്ഷേ വൈകാതെ തന്നെ ഈ ഒരു ഒഫീഷ്യൽ ന്യൂസ് വന്നേക്കാം. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലാരിഫൈ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഐ വിൽ ബി ദേർ ടു ഹെൽപ്പ് യു ഔട്ട്. ബൈ ഗൈസ്.